കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഒന്നിലൂടെയാണ് കടന്നുപോകുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരം പാർട്ടിക്കുള്ളിലെ അധികാര സമവാക്യങ്ങളെ അടിമുടി ഉലച്ചിരിക്കുന്നു. ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസത്തിൽ നിന്നും തിരഞ്ഞെടുപ്പ് തകർച്ചയുടെ ആഴങ്ങളിലേക്ക് വീണ CPM-ന് മുന്നിൽ ഇപ്പോൾ അവശേഷിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: ആര് പ്രതിപക്ഷത്തെ നയിക്കും? പിണറായി വിജയൻ എന്ന അപ്രമാദിത്യമുള്ള നേതാവിന്റെ ഭാവി ഡൽഹിയിലെ AKG ഭവനിൽ നടക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം CPM-നെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരുന്നു. ഭരണവിരുദ്ധ വികാരം ഇത്രത്തോളം ശക്തമായിരുന്നുവെന്ന് പാർട്ടി നേതൃത്വം പോലും തിരിച്ചറിഞ്ഞത് ഫലം വന്നതിന് ശേഷമാണ്. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ജനവിധി തേടിയെങ്കിലും ജനങ്ങൾക്കിടയിൽ ഉയർന്ന പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയോടുള്ള വിയോജിപ്പ് വോട്ടായി മാറി. ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടിക്കുള്ളിൽ ഒരു പൊളിച്ചെഴുത്ത് വേണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ശക്തമായത്. ഭരണത്തലവനായിരുന്ന ഒരാൾ തന്നെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പ്രതിപക്ഷ നേതാവായി വരുന്നത് രാഷ്ട്രീയമായി എത്രത്തോളം ശരിയാണെന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട്. ഒരു വിഭാഗം നേതാക്കൾ പിണറായിയുടെ കഴിവിനെയും സഭയ്ക്കുള്ളിലെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യത്തെയും പിന്തുണയ്ക്കുമ്പോൾ മറുവിഭാഗം പറയുന്നത് പുതിയൊരു തലമുറയ്ക്ക് അവസരം നൽകേണ്ട സമയം അതിക്രമിച്ചുവെന്നാണ്. പിണറായി വിജയൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹം പ്രതിസന്ധികളെ സ്വീകരിക്കുന്ന ഒരു പ്രത്യേക ശൈലിയുണ്ട്: മൗനം. ഇപ്പോൾ ഡൽഹിയിൽ PB യോഗം നടക്കുമ്പോഴും അദ്ദേഹം ഈ മൗനം തുടരുന്നു. തനിക്ക് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം വേണമെന്നോ വേണ്ടെന്നോ അദ്ദേഹം ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പാർട്ടി തന്നെ നിർബന്ധിച്ച് ഈ സ്ഥാനം ഏൽപ്പിച്ചുവെന്ന് വരുത്തി തീർക്കുക വഴി താൻ സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ പോകുന്നവനല്ല എന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കും. അതേസമയം കേന്ദ്ര നേതൃത്വം ഒരു മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് വഴങ്ങാനും അദ്ദേഹം തയ്യാറായേക്കും. പക്ഷെ അത് തന്റെ തോൽവിയായി ചിത്രീകരിക്കപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. PB-യിൽ വിഷയം ഗൗരവകരമായി ചർച്ചയ്ക്ക് വന്നാൽ മാത്രം തന്റെ വിശദീകരണം നൽകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. നിലവിലെ സാഹചര്യത്തിൽ CPM-ലെ ഏറ്റവും നിർണായകമായ വ്യക്തിത്വം ജനറൽ സെക്രട്ടറി MA ബേബിയാണ്. നേരത്തെ തന്നെ പിണറായി വിജയന്റെ ശൈലിയുടെ പല കാര്യങ്ങളിലും വിയോജിപ്പുള്ള നേതാവാണ് അദ്ദേഹം. തിരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്ന ബേബിയുടെ നീക്കം അന്ന് വലിയ ചർച്ചയായിരുന്നു. ഇന്ന് തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ബേബിയുടെ ആ നിലപാട് ശരിയായിരുന്നുവെന്ന വികാരം കേന്ദ്ര നേതൃത്വത്തിൽ ശക്തമാണ്. പിണറായി വിജയന് പകരം മറ്റൊരു നേതാവിനെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന വാദത്തിന് ബേബിയുടെ പിന്തുണയുമുണ്ട്. CPM-ലെ അധികാര കേന്ദ്രീകരണം പാർട്ടിയെ തളർത്തിയെന്നും ജനകീയമായ മുഖമുള്ള നേതാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നും അദ്ദേഹം വാദിക്കുന്നു. ചുരുക്കത്തിൽ MA ബേബിയുടെ തീരുമാനമായിരിക്കും പിണറായിയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുക. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ സംബന്ധിച്ച് ഇതൊരു പരീക്ഷണ ഘട്ടമാണ്. കേരളത്തിലെ പാർട്ടി ഘടകത്തിൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടിനെ തള്ളിക്കളയാനും ഗോവിന്ദന് സാധിക്കില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വികാരം PB-യിൽ റിപ്പോർട്ട് ചെയ്യുക എന്ന ചുമതല മാത്രമാകും അദ്ദേഹം നിർവഹിക്കുക. കേന്ദ്ര നേതൃത്വവുമായി ഒരു പരസ്യമായ ഏറ്റുമുട്ടലിന് അദ്ദേഹം മുതിരില്ല എന്നാണ് സൂചനകൾ. കേരളത്തിലെ തോൽവിക്ക് ഉത്തരവാദികളായവരിൽ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടുന്നതിനാൽ കേന്ദ്രമെടുക്കുന്ന കടുത്ത തീരുമാനങ്ങളെ എതിർക്കാൻ ഗോവിന്ദന് പരിമിതികളുണ്ട്. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ CPI ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് CPM-നെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലുള്ള CPI നേതൃത്വത്തെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തിനായി കടുത്ത അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഭരണവിരുദ്ധ വികാരം ശക്തമായി തിരഞ്ഞെടുപ്പിൽ CPI-ക്കും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ മുന്നണിക്കുള്ളിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ അവർ ശ്രമിക്കുകയാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നത് UDF-ന് ഗുണം ചെയ്യുമെന്ന വികാരം CPI-യിലെ ഒരു വിഭാഗത്തിനുമുണ്ട്. ഭരണകാലത്തെ വീഴ്ചകൾ സഭയ്ക്കുള്ളിൽ ആയുധമാക്കാൻ പ്രതിപക്ഷത്തിന് ഇത് എളുപ്പമാകുമെന്നാണ് ഇവർ കരുതുന്നത്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും PB വിശദമായി പരിശോധിക്കുന്നു. പരാജയപ്പെട്ട് തളർന്നതിനാൽ അണികൾക്ക് പിണറായി പോലെ കരുത്തനായ ഒരു നേതാവ് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നത് വലിയ ആവേശം നൽകും. UDF-ന്റെ കടന്നാക്രമണങ്ങളെ നേരിടാൻ പിണറായിയുടെ അനുഭവ സമ്പത്തും വാക്ചാതുര്യവും ആവശ്യമാണെന്ന് ഒരു വിഭാഗം കരുതുന്നു. പിണറായിക്ക് പകരം പെട്ടെന്ന് ഉയർത്തിക്കാട്ടാൻ പറ്റിയ എല്ലാവർക്കും സ്വീകാരനായ മറ്റൊരു നേതാവ് നിലവിൽ നിയമസഭയ്ക്കുള്ളിൽ CPM-ന് ഉണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ഭരണകാലത്തെ ആരോപണങ്ങൾ സഭയിൽ ഉയരുമ്പോൾ അത് പ്രതിരോധിക്കാൻ പഴയ മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നത് പലപ്പോഴും വിപരീത ഫലം ചെയ്തേക്കാം. അമിതമായ അധികാര കേന്ദ്രീകരണം കേരളത്തിലെ പാർട്ടിയെ ജനങ്ങളിൽ നിന്നും അകറ്റിയെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ പൊതുവായ വിലയിരുത്തൽ. പാർട്ടിക്ക് മുകളിൽ വ്യക്തി വളരുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ചേർന്നതല്ലെന്നാണ് വിമർശനം PB-യിൽ പലരും ഉന്നയിക്കുന്നുമുണ്ട്. പിണറായി വിജയനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ നിരയെ വളർത്തിയെടുക്കേണ്ടത് പാർട്ടിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഭരണപക്ഷത്തുള്ള UDF ഇപ്പോൾ CPM-ലെ ആഭ്യന്തര കലഹങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവുമാകുന്ന തങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. ഭരണകാലത്തെ അഴിമതി ആരോപണങ്ങളും നയപരമായ വീഴ്ചകളും വീണ്ടും സഭയിൽ ഉന്നയിക്കുമ്പോൾ പിണറായിക്ക് മറുപടി പറയുക പ്രയാസകരമായിരിക്കും. പുതിയൊരാൾ വന്നാൽ അവർക്ക് ഈ ബാധ്യതകൾ ഇല്ലാത്തതിനാൽ സഭയിൽ കൂടുതൽ ശക്തമായ ഇടപെടൽ സാധിക്കുമെന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട്. PB യോഗം ഇന്നും തുടരുമ്പോൾ കേരളം ഒന്നടങ്കം ഡൽഹിയിലേക്ക് നോക്കുകയാണ്. പിണറായി വിജയൻ എന്ന വിസ്മയകരമായ രാഷ്ട്രീയ വ്യക്തിത്വം തന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിൽ എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ്.
എല്ലാവരും നിർബന്ധിച്ചാൽ മാത്രം വഴങ്ങുക എന്ന അദ്ദേഹത്തിന്റെ പതിവ് രീതി ഇക്കുറി ഫലിക്കുമോ? അതോ കേന്ദ്ര നേതൃത്വം ഒരു പുതിയ നേതാവിനെ പ്രഖ്യാപിക്കുമോ? MA ബേബിയുടെ നിലപാടുകൾ, CPIയുടെ സമ്മർദ്ദം, സംസ്ഥാനത്തെ അണികളുടെ വികാരം, ഇവയെല്ലാം ഒത്തുചേർന്ന ഒരു തീരുമാനമായിരിക്കും പുറത്തു വരിക. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാവി ദിശ നിശ്ചയിക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഇത്. ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയൻ എന്ന നേതാവിനെ CPM അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ശൈലി മാറ്റത്തെ പാർട്ടിക്ക് മുന്നോട്ട് പോകാനും സാധിക്കില്ല. മൗനം കൊണ്ട് പ്രതിരോധം തീർക്കുന്ന പിണറായും മാറ്റത്തിനായി നിലകൊള്ളുന്ന കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള ഈ വടംവലിയിൽ ആര് ജയിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. കേരള രാഷ്ട്രീയത്തിൽ ഇതൊരു യുഗാന്ത്യമാണോ അതോ പിണറായിയുടെ പുതിയൊരു അവതാരമാണോ എന്നറിയാൻ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. സഭയ്ക്കുള്ളിൽ ആര് നയിക്കുമെന്ന കാര്യത്തിൽ ഉടൻ തീരുമാനം ഉണ്ടായേ മതിയാകൂ. കാരണം തകർന്നു പോയൊരു മുന്നണിയെ വീണ്ടും കെട്ടിപ്പടുക്കാൻ ശക്തനായ ഒരു പടനായകൻ ആവശ്യമാണ്. അത് പിണറായി തന്നെ ആകുമോ അതോ മറ്റാരെങ്കിലും ആകുമോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്.